വെള്ളമില്ല. വില്ലുപുരം ചെന്നൈ. പുതുച്ചേരി ബോർഡർ. ഇവിടെ നമുക്ക് ഡീസലിന് 86 രൂപയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കാമെന്ന് വിചാരിച്ചു. പോണ്ടിച്ചേരി, ഇവിടെ പോണ്ടിച്ചേരി ടാക്സാണ്. ഇവിടെ ഡീസലിന് നമ്മുടെ അടുത്തേക്കാട്ടിലും നമ്മളവിടെ എത്ര, നമ്മളവിടെ 95. ഇവിടെ 86. 9-10 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സമയം 2 മണി. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം കിടന്ന് വണ്ടി ടയർ ചൂടാം. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണ സൗകര്യമുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് ഇവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങളൊന്ന് കിടന്നിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 hour കഴിഞ്ഞിട്ട് പതുക്കെ മൂവ് ആക്കാം. അക്കാ എത്രയായി? 27,935 രൂപ. അപ്പോൾ നമ്മുടെ വണ്ടി റിസർവ് ആയി. ഫുള്ളായി. അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം കുറച്ച് നേരം. എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അതൊക്കെ മൂവ് ആക്കാം. സമയം ഇപ്പം 5 മണിയായി. ഞങ്ങളിവിടെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പമ്പിൽ കയറി ഡീസലടിച്ച് വണ്ടി നൈസായിട്ട് ഒതുക്കി. ഇപ്പോൾ 5 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഞങ്ങളിതാ ഇറങ്ങി. இந்த சிப்ஸ் ஒரு சாப்பிட்டாச்சா? சிப்ஸ் சாப்பிட்டாச்சா? எப்படி இருந்து? വണ്ടി പോകത്തില്ലേ? അല്ല ഇവിടുന്ന് പോകാൻ വെച്ച് പാടാ. എടാ അപ്പുറത്തോടെ കറങ്ങി പോകാനോ? ഇതിട്ട് പോകാനോ? ഇതിലെടുത്തു വണ്ടി കയറി. ഒത്തിരി താക്കണ്ട നിന്റെ ഷഡ്ഡി.
അജി പൊക്കിക്കോ. പൊടി ഇവിടെ പൊടി. അങ്ങോട്ട് തന്നെ പോകണ്ടേ? റൈറ്റ് ആവും പോകണ്ടേ? ഓ അപ്പൊ ഡീസൽ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാ. ചേച്ചി അപ്പം സമയം 5:50. എടാ ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് പോലെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഇത് ലാപ്പിനകത്ത് കണക്ട് ചെയ്യാൻ കണക്ടർ മേടിക്കണം. പിന്നെ ഞാൻ അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്സ് നിൽക്കുന്നല്ലോ. നമുക്കിട്ട കൊത്തം തോന്നുന്നു. ഇതെന്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പോലീസാണ്. നമ്മൾ മെറ്റൽ ഒന്ന് ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് പുറകോട്ട് പോയോ? ചടങ്ങൊക്കെ അറിയാമല്ലോ. 50 കണ്ണട ഞാൻ തയ്ക്കും. എന്തോടെ പേപ്പറൊക്കെ ഒത്തിരി ഇല്ലേ? ഞാനില്ല. അവിടെ പേപ്പറൊന്നും ക്ലിയർ ചെയ്തില്ലല്ലോ. ശേ 50 പിന്നെ 50 നോട്ടിലാണ് 220 പേജ് വിടും. 40 50 ശരി. ബാക്കിലെ സീൻ എന്തോ നോക്കാം. കഥാപ്രസംഗം നടക്കുന്നത് ഈ വണ്ടിക്ക് ഓവർ ടണ്ണിൻ്റെ 4.1 ഉള്ളൂ. അല്ല ഈ വണ്ടിയുടെ ടണ്ണിൻ്റെ 4.1 മാത്രമേ ഉള്ളൂ. ഓവർ ടണ്ണ് പോലും അല്ല, ആകെ 1 ടണ്ണേ ഉള്ളൂ. വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയറാണ്. പിന്നെ എന്തിനാ ഈ മാതിരി കാണിക്കുന്നത്? എന്തിനു പിടിച്ച് നിർത്തി എന്ത് സംസാരിക്കുക? എന്തിനു വേണ്ടിയാ? അത് വരുന്നു ഒട്ടം കറങ്ങി വരുന്നു. ശുപ്പാണ്ടി പുള്ളിയുടെ ചെങ്ങന്നൂരോ? എന്തോ വലിയ ബജിക്കടല്ലായിരിക്കും. എൻട്രി പണിട്ട് പോകരുത്. എൻട്രി പണിട്ട് പോകാൻ ഡോറ് തുറന്നു. ഇല്ല ഒന്നും പോയില്ല. എടാ ഫോണ എന്റെ ഷഡിയെ പോകത്തില്ല, വേറൊന്നും പോകത്തില്ല. അല്ല ഞങ്ങൾക്ക് സീക്രട്ടായിട്ട് ഇന്ന് പുറകെ കൂടെ സംഭാഷണം. അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കി നോക്കി. പൈസ പോകത്തില്ല ഉച്ചയ്ക്ക് പോയിരുന്നെങ്കിൽ അന്ന അപ്പൊ ആളില്ലല്ലോ ഇവിടെ. ഓ അതിപ്പോ നമുക്കൊന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോ നമ്മുടെ വിധി. അല്ല നീ കുറെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തോ ഇനി ഇത്ര ഇതായിട്ട് ഇനിമാരെന്തോ റൂൾസ് കാണിക്കുവാണോ, ഇനി എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഇതാക്കുവാണോ? ഓ കുടുംബകാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ശരി. എന്നിട്ട് വയസ്സൊന്നും മേടിച്ചില്ലേ? ചുമ്മാ ഇട്ടില്ല. എൻട്രിയോ? എന്നാ ഇതിനകത്ത് ഞാൻ എൻട്രി ഇടാം. ഞാനെന്നാ പോട്ടെ. കുടുംബകാര്യം ചോദിക്കുവാണെങ്കിൽ എന്നാൽ ഈ വീഡിയോ കട്ട് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ അത് കയറ്റി വിട്ടേക്കാം. ഇങ്ങനെ 10 പേര് മേടിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞ് പിന്നെ നമ്മൾ പട്ടിണി. പടക്ക കഥ ഗുദ്ദ ഹവ. ഈ വെസ്റ്റ് ബംഗാൾ പോകുമ്പോഴേ വെസ്റ്റ് ബംഗാൾ ഈ ബസ് കണ്ടിട്ടുണ്ടോ നീ? ബസ് അവിടെ ഒന്നും ആരും നോക്കത്തെ സൂക്ഷ്മതയില്ല. എന്നാ ഞാൻ ഇവിടുന്ന് താഴെ വീടും പൊടിച്ച് പസ്മമായി പോകും. അവിടെ ആ വണ്ടി അമ്മ ഉരച്ചുണ്ടാക്കി പോകത്തുള്ളൂ. പിന്നെ വേറെ കാര്യം, അമ്മ ഈ വണ്ടിയെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചൊര എല്ലാം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ത്വര വന്നു കഴിഞ്ഞാലേ ഇത് കാണുമ്പോൾ ആർക്കാരും ഇട്ടെന്ന് ഉരയ്ക്കാൻ തോന്നും. കടിയുള്ളവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ കണ്ണ് തുറന്ന് കാണുക, എന്താ കാര്യം അവർക്ക് വിഷയമുള്ള കാര്യമല്ല. അമ്മ ഒരു കൂട്ടത്തോടെ വന്നുള്ളതും കൂടെ കളയും. അതിൽ നല്ല കിട്ടുന്ന മേടിച്ചോണ്ട് വരുന്നതാ. അവനെ നമ്മുടെ കൺട്രി അല്ല, ഞാൻ ആ കൺട്രി അല്ല പറഞ്ഞേ. നമ്മുടെ സ്ഥലമല്ല, നാടല്ല. ആ നമ്മുടെ നാടല്ല. തൊട്ടപ്പുറം നാട്ടിൽ തന്നെ പോയിട്ട് നമുക്ക് ഒന്നും പറയാനും മിണ്ടാനും പറ്റില്ല. എടുത്തിട്ട് ആലക്കും. സ്വന്തം നാട്ടിൽ സ്വന്തം കഴിവ് കാണിക്കുക. കണ്ടവൻ്റെ നാട്ടിൽ പോയി കഴിവ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരെല്ലാം കഴിവെല്ലാം ഒടിച്ച് അവർ മടക്കി 8 മടക്കി തുന്നി വിടും. നമ്മളാ പറഞ്ഞ പള്ളി, ആ സ്പോട്ട് അതിലാണ് പോകുന്നത്. ആ വൈറ്റ് മസ്ജിദിൻ്റെ അതിലാണ് പോകുന്നത്. അങ്ങനെയായിട്ട് പള്ളി കയറാം. പള്ളി കയറി മുമ്പ് കുറിച്ചിട്ട് രാത്രി ഒറ്റ വെടിയിലും വിടാം. ഒന്നും നോക്കണ്ട. നല്ല കഞ്ഞി കിട്ടുമായിരുന്നു കുടിക്കാറ്. കിട്ടിയല്ല ഇവിടെ കിട്ടത്തില്ല. പിന്നെന്ത് ഇവിടെ നീ തമിഴ്നാട്ടിൽ വന്നു? ഏതെങ്കിലും പള്ളി കയറി നോമ്പിന്റെ സ്റ്റേജിൽ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ലല്ലേ? ഞാനും ഫസ്റ്റ് ടൈം. അതായത് എനിക്ക് എന്താ പള്ളി ഫുഡുള്ള അറിയത്തില്ല. പള്ളി ഫുഡ് കാണുന്ന ഉറപ്പില്ല. തമിഴ്നാട്ടിലോ? പോടാ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ പോയിട്ടില്ല. കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത് ആയിരിക്കും. പക്ഷേ ഒരു ഈന്തപ്പഴം പോലും കാണത്തില്ല. ഇല്ലെങ്കിൽ എന്തോ ചെയ്യുന്നു? ഒന്നുമില്ല, ഉക്കരിക്കും ഇറങ്ങി വരും. നമുക്കല്ലേ കടയുള്ളത്. ആറ് മണിയായി. എന്തൊക്കെയാ അടിക്കുന്നത്? സൗണ്ട് കേൾക്കുന്നത്. ഒന്ന് ഈ സാധനം ഇത് നീങ്ങുക. ആ പിന്നെ അടുത്തേതാ? സ്പാനറും പ്ലെയറും. സ്പാനറൊക്കെ കെട്ടി വെക്കാൻ പറഞ്ഞിട്ട് ഞാനേ ഈ സ്പാനറേ അടി തുണിക്കകത്ത് ചുറ്റി വെക്കാവേ. അല്ല വേണ്ട, കുഴപ്പമില്ല, സീനില്ല. നോക്കിയേക്കാം. നീ ആരോടാ അടി വെക്കുന്നത്? पहला नशा के हुआ അമ്മോ. ഫാക്ടറി ആണോ? ടോള് ഇവിടെ ആണല്ലോ. പള്ളി ടോള് കഴിഞ്ഞിട്ടാ പള്ളി. അറേബ്യൻ ഗാർഡൻ, വസന്ത ഭവൻ. ഓ, നമ്മൾ ഇവിടുന്നാ തിരിഞ്ഞത്. ഈ ടോള് കയറണം. ഇപ്പം ഈ ഗൂഗിളിനകത്ത് പറയുന്നത് നമ്മളിപ്പോൾ അടുത്ത്
പള്ളിയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ, അതിൻ്റെ കാണിക്കുന്നത്. ടോൾ 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 ടോൾ. ഇവിടെ എത്ര 595? അല്ല ഇത് 370 ആണോ? അല്ല 500 മൾട്ടി ആക്സിലാണ്. മൾട്ടി ആക്സിൽ വെഹിക്കിൾ 2 ആക്സിൽ. അടുത്തോട്ടോ. ആ സ്റ്റോപ്പ് അടിച്ചേ. യെസ് ഗോയ. $300 meter slide left. അവിടെ ലെഫ്റ്റാ പോകുന്നത്. അല്ലല്ല അതാണ്ട് ഇത്. ഓൾറെഡി ലെഫ്റ്റ് ഇറങ്ങി പോകുന്നല്ലേ. ഇവിടെ സണ്ണിക്കുട്ട. അപ്പോൾ ഇവിടെ ഒതുക്കാൻ പറ്റത്തില്ല. കേട്ടടി പാറു. ലെഫ്റ്റ് അടിച്ചാ പോകുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇനി പതുക്കെ പോണേ. ഇവിടെ ഒതുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സൈഡ് പിടിച്ചിടാം. ഇവിടെ എല്ലാം ചേർത്തിട്ടാലോ. അങ്ങോട്ട് പറ്റത്തില്ല. ഇവിടെ എല്ലാം ചേർത്തിട്ടല്ലോ. 400 മീറ്ററേ ഉള്ളൂ. നേരെ മുമ്പ് അറിയില്ല. ഇവിടെ പണി നടക്കുമോ? പോട്ടെ മുമ്പോട്ട് പോട്ടെ. റിസ്ക് എടുക്കണ്ട. ഇവിടെ പണി താഴെ എത്തി. 400 മീറ്റർ എന്നാ പറഞ്ഞത്. ഇപ്പം നമ്മൾ നടിതാ പള്ളി. ഒരു വൈറ്റ് ശരിയാടാ, ഒരു വൈറ്റ് മസ്റ്റ്. പക്ഷെ വണ്ടി ഇടാൻ പറ്റും ഇവിടെ. ഇവിടെ കയറ്റി അകത്ത് കയറ്റി ഇടായിരുന്നല്ലോ. ആണോ? നോക്കാം. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ റൈറ്റിൽ ഏറ്റവും ഒതുക്കാം. നമുക്ക് നോക്കാം. ഇതാണ് പള്ളി. നൈസ്. റൈറ്റ് ഒതുക്കൂ. ഇവിടെ സൈഡ് പിടിച്ചിട്ടാൽ മതി അല്ലേ? യെസ്, വൈ നോട്ട്. അവിടെ നേരെ അല്ല ഇടാമല്ലോ. എന്നാൽ സൈഡ് ചേർത്തിട്ടോ. പുറകെ വേണേൽ മാക്സിമം കൊള്ളിച്ചിട്ടോ. நமக்கு என்ன பயன்? வாருங்கள், இஸ்ரவேலுக்கு அவனை விட்டு விடுவோம். அவன் மேல் நாம் கை வைக்க வேண்டாம். ஏனெனில் அல்லாஹு அக்பர், அல்லாஹு அக்பர், லா இலாஹ இல்லல்லாஹ். യെസ്. സമയം 7:45. 7:45. ഞങ്ങൾ പള്ളി കയറി. വണ്ടി സൈഡ് പാർക്ക് ചെയ്യാൻ പറ്റി. റോഡ് സൈഡിൽ തന്നെ ഒരു പള്ളി കയറ്റി. പള്ളി കയറി. യെസ്, നോമ്പൊക്കെ മുറിച്ച് നല്ല സൂപ്പർ മസാലക്കഞ്ഞി കിട്ടി. അതും അടിച്ച് സെറ്റായി. വയറും ഫുള്ളായി. ജ്യൂസും കുടിച്ചു. എന്നിട്ടിപ്പോൾ ഞങ്ങൾ നേരെ ചെന്നൈ ഞങ്ങൾ ഇറങ്ങിയിട്ട് പുറകിൽ പച്ച വല കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, നെറ്റ്. അതിനകത്തുനിന്ന് പൊട്ടി ഇത് പുറത്തോട്ട് ചാടും എന്നുള്ള അവസ്ഥയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് എന്നാൽ
പുറകെ ടാർപ്പ് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി ജസ്റ്റ് നമ്മുടെ കട്ടിയുള്ള ടാർപ്പല്ല, മറ്റേ ടാർപ്പ് ചെറു സാധാ കട്ടിയില്ലാതെ അതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിനെ മണ്ടയ്ക്ക് ഇട്ട് 2-3 ചുറ്റി ചുറ്റി റെഡിയാക്കി. മഴ പെയ്താൽ നനയത്തില്ല, കുഴപ്പമില്ല, നനയുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പം മഴ പെയ്താൽ നനയത്തില്ല, അത് വേറെ കാര്യം. അത് മഴ നനയുന്നത് നല്ലതാണ് ആ സാധനം. അതിനുവേണ്ടി ടാർപ്പ് ഇടണ്ടെന്ന് പറഞ്ഞു. ഇപ്പം വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല, കാരണം അല്ലെന്നുണ്ടെങ്കിൽ സാധനം അതൊന്ന് പൊട്ടി താഴെ വീഴും. അപ്പോൾ അത് വീടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ടാർപ്പ് നമ്മൾ ഉണ്ടാക്കി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം കെട്ടി ഇപ്പം നമ്മൾ വണ്ടി എടുത്ത് വിട്ടു. ഇനി ഇവിടുന്ന് ചെന്നൈക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? ചെന്നൈ ഇവിടുന്ന് നോക്കിയില്ല, നോക്ക്. എന്നാലും അവിടെ നോക്കിയായിരുന്നോ? അവിടെ നിന്ന് നോക്കിയായിരുന്നോ? നോക്കിയില്ല, നോക്കി. അപ്പോൾ ഇവിടുന്ന് ചെന്നൈക്ക്, ഇവിടുന്ന് നമ്മളിപ്പോൾ ഈ പോകുന്നിടത്തുനിന്ന് ചെന്നൈക്ക് 150 കിലോമീറ്റർ, 150 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ചെന്നൈ പാസ്സാവും. അത് കഴിഞ്ഞിട്ട് ആന്ധ്ര. ചെന്നൈ നേരെ ആന്ധ്രയോ? ചെന്നൈ കഴിയുമ്പോൾ അടുത്ത ആന്ധ്ര, പറയാൻ പറ്റുന്ന ആന്ധ്ര. ചെന്നൈ എത്തുമ്പോൾ മണിക്കൂർ എത്ര കാണിച്ചത്? 1 മണിക്കൂർ കാണിച്ചു. 1 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ ഓടിക്കും. ഇപ്പോൾ സമയം 7:45, 8:45, 1 മണിക്കൂറല്ല 3 മണിക്കൂർ, 9:30, 10:30, 11 മണിക്കുള്ളിൽ ചെന്നൈ എന്തായാലും എത്തും. എന്നിട്ട് നമ്മൾ നിർത്തുന്നില്ല, വിടുക, സ്റ്റോപ്പില്ല, പോവാം. പിന്നെ ഇടയ്ക്ക് വല്ലതും ഭക്ഷണം വല്ലതും കഴിക്കാനോ ചായ വല്ലതും കുടിക്കാനോ. ഭക്ഷണം ഇനി പോകത്തില്ല, നാളെ നോമ്പ് കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സെറ്റപ്പ് വല്ലതും നോക്കി വണ്ടി ചോട്ടിയാലേ ഉള്ളൂ. വലിപ്പമൊന്നുമില്ല, വെള്ളം വല്ലതും കുടിക്കാൻ വേണ്ടി വല്ല നിർത്തിയെങ്കിലേ ഉള്ളൂ. പിന്നെ എന്നാ പിന്നെന്താ പറയാൻ വന്നത്? മൈലേജ് എത്രയായി? 3.9 അല്ലേ? 3.9 അടിച്ച്. ഡീസൽ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചു. എത്രയായിരുന്നു ഡീസൽ? എത്ര അടിച്ചാൽ എത്രയായി? 27,000 എത്ര രൂപ? 27,600 സംതിങ് ആയി. കാരണം നമ്മൾ കറക്റ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു, റിസർവ് ആയി 27. ഇനിയിപ്പോൾ ഈ ഡീസലിൽ ഇനി എവിടെ വരെ പോകുന്ന അറിയത്തില്ല, പോകുന്നിടത്തോളം പോവാ, ഇത് ബാക്കി അടിക്കുക. ഞാൻ പ്രത്യേകിച്ച് ഈ പരിപാടി ഒന്നുമല്ലല്ലോ, നീ വിടുവല്ലേ? പോവല്ലേ? പോലീസ് ഹലോ, സമയത്രായി? 10 പോരാ, അതല്ല. എടാ ഇപ്പം അനന്തപുരം വിളിച്ചായിരുന്നു. അനന്തപുരം പറഞ്ഞത് ചെന്നൈന്ന്. അപ്പം ഇവിടെ നമുക്ക് ചെന്നൈ എത്ര കിലോമീറ്റർ ഉണ്ടോ? ചെന്നൈ 55 കിലോമീറ്ററോ? ചെന്നൈയിൽ നിന്ന് ആസാമിലേക്ക് ടൈല് വണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടെ പോകല്ലേ? കാരണം ആ റൂട്ടൊക്കെ ഭയങ്കര വെസ്റ്റ് ബംഗാളൊക്കെ ഭയങ്കര ഗുണ്ടാപ്പിരിയൊക്കെ ഉണ്ടോ? അടിച്ചു വീഴ്ത്താൻ നടക്കത്തില്ല, അടി കിട്ടി വീഴും നമ്മള്. ഞാൻ അതല്ല പറഞ്ഞേ, നമുക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാമല്ലോ. അവർ ആ റൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ മാപ്പിട്ട് വട്ടം തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. അവരെ വിളിച്ച് ചോദിച്ചിട്ട് ഞാനിപ്പോൾ വിളിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ആയിരിക്കും അല്ലേ തിരക്ക്, ബ്ലോക്കില്. ഇത് നോക്കി ഫുള്ള് ബസ്സാ, ബസ്സിൻ്റെ അയ്യരുകളിയാണ്.
ഞാൻ മഹാരാഷ്ട്ര ഓടുന്നത്. ആ സവാള അവിടെ പെയിന്റ് ഏഷ്യൻ പെയിന്റ്. ആ പൗഡർ ക്ലേ പൗഡർ. ചെന്നൈ അത് 60 രൂപ. പിന്നെ വെസ്റ്റ് ബംഗാളിൽ പുള്ളി വിളിച്ചില്ലേ? എയർഫോൺ വിഷയമാണ്. എയർപോർട്ട് എയർ ഹോണോ? ആ അതെവിടോ എയർഹോണിന്റെ ഇഷ്യൂ എന്ത് എവിടാ? വെസ്റ്റ് ബംഗാൾ അവർ നോക്കുവിയോ? അയ്യോ ആ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ? പുള്ളി ഇപ്പൊ എവിടാ? എല്ലാ വണ്ടിക്കും മനസ്സിലായോ? പുള്ളി ഇപ്പൊ എവിടാ? പുള്ളി വെസ്റ്റ് ബംഗാളിലാണോ? ചെന്നൈന്നൊക്കെ പോയോ? അപ്പം വെസ്റ്റ് ബംഗാളിലാണ്. നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് വിഷയമായിരിക്കില്ലേ? അത്യാവശ്യം വേണമല്ലേ? അങ്ങനെ നമുക്ക് അതിന്റെ ഒരു ആപ്പ് പോലും എടുത്താലോ? ആപ്പാവോ? അങ്ങനല്ല, നമ്മൾ ഈ ഇങ്ങനെ വോയിസ് മലയാളത്തിൽ ഇങ്ങനെ വോയിസ് ചെയ്തിട്ട് അത് മറ്റേ കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലായിട്ട് പോകത്തില്ലേ? അല്ല ഇങ്ങനെ പറഞ്ഞിരിക്കും. നീ റൈറ്റ് എടുത്തത് ഏത് റൂട്ടായിരുന്നു അറിയോ? എയർപോർട്ട് റൂട്ടാ. ആ ചെന്നൈ എയർപോർട്ട്. ആ റൈറ്റ് പോയാൽ നമ്മളന്ന് എയർപോർട്ട് പോയി ഇറങ്ങി ഓർമ്മയുണ്ടോ? മെട്രോ ഒക്കെ ഉള്ള ആ റൂട്ടാ. നമ്മളൊന്ന് എയർപോർട്ടിൽ പോകാൻ വേണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് ചെക്ക് പോസ്റ്റ്. കേരള വണ്ടിയാണെങ്കിൽ 700 രൂപ ചെക്ക് പോസ്റ്റ്. കേരള വണ്ടി ആണെങ്കിൽ 700. തമിഴ്നാട് ആയതുകൊണ്ട് ഇതിപ്പോ ഞാനൊരു കാര്യം ഉണ്ട്. ഇതിപ്പം തമിഴ്നാട് ഇപ്പൊ ഓക്കെ, തമിഴ്നാട് ഓക്കെ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ആന്ധ്രയൊക്കെ അങ്ങോട്ടൊക്കെ പോകുമ്പോ എന്തുവായിരിക്കും? ഇല്ലേ? ഓ അത്രേ ഉള്ളൂ. എന്തിനാ അങ്ങോട്ട് ചെക്ക് പോസ്റ്റ്? എല്ലാം കൂടെ ചേർത്തൊരു പിടി അങ്ങ് പിടിക്കാനില്ല അവിടെ. എല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിക്കാനായിരിക്കും. പിന്നെ അവിടെ ചെക്ക് പോസ്റ്റ് ആവശ്യം വരുന്നില്ല. ഇതിപ്പോ ചെന്നൈ പാസ്സായി. ആ കോയമ്പത്തൂർ സേലം അതാണ് എളുപ്പം തോന്നുന്നു. ഇത് ടോളും കൂടുതലാ, ഭയങ്കര കൂടുതലാ ടോളും. മണ്ടത്തരായി പോയി. ആ റൂട്ട് അതിലേ അങ്ങ് എടുത്താൽ മതിയായിരുന്നു. അതിട്ട് പോയില്ല. ചോദിച്ചപ്പോഴും നീ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇതുവഴി തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഏത് ഈ റൂട്ടാണ് പറഞ്ഞത്? അല്ല നാസിക ട്രിവാൻഡ്രത്തു നിന്നൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. നമുക്കങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. അറിയില്ല, എന്തായാലും പോയി നോക്കാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് സേലം വഴി പോവാം. ശരിയാ. നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങി പോകുന്നു. അവിടെ നേരെ 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 ഓപ്പോസിറ്റ് നേരെ ഇന്റർനാഷണൽ പോകത്തില്ലേ ഇവിടെ? അങ്ങനെ toll gate.